അന്വേഷണം നടത്തി അവസാനം പീഡനം നടന്നിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായി. പീഡനം നടന്നിട്ടുണ്ട്, വനിതാ സഖാവ് വെറുതെ പരാതി കൊടുത്തതല്ല, പീഡനം നടന്നിട്ടുണ്ട് എന്ന് പരാതി എത്തി. എന്നിട്ട് എന്താ നടപടിയെടുത്തത്? നടപടി പീഡനം നടന്നിട്ടുണ്ടെങ്കിലും പക്ഷേ അതിന് തീവ്രത പോരാ, അതുകൊണ്ട് ശിക്ഷയുടെ കാലാവധി കുറച്ചു. എന്തിന്? പീഡനത്തിന് തീവ്രത പോരാ. ഇതെന്താ ഭൂകമ്പ? ഞാൻ ചോദിക്കട്ടെ, റിക്ടർ സ്കെയിലിൽ ഇത്ര രേഖപ്പെടുത്തിയെന്ന് പറയാൻ ഭൂകമ്പാണോ സഖാവായത്? അല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, പീഡനത്തിന്റെ മാക്സിമം എത്രയാ, മിനിമം എത്രയാ? ഒന്ന് പറയണം. ശ്രീമതി ടീച്ചറും ബാലിനോടി ഒന്ന് പറഞ്ഞു കൊടുത്തു. പീഡനം നടന്നിട്ടുണ്ട്, പക്ഷെ തീവ്രത പോരാ. എന്താണ് ഈ തീവ്രത? അതാണ് ചോദിക്കുന്നത്. ഇത്രയും നാളും കെട്ട പാർട്ടിയാണ് CPM. അവരാണ് വനിതാ പ്രവർത്തകരെ ആക്ഷേപിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. കാലം കടന്നു പോയിട്ടുണ്ട് സഖാക്കളെ. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നന്നായി ഓർമ്മ വേണം. ഇല്ലെങ്കിൽ അത് തിരിച്ചടിക്കുമെന്ന് ഇനിയെങ്കിലും നേതാക്കൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളുണ്ട്. ആരാ? നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. സച്ചിദാനന്ദൻ എന്ന അയാളുടെ പേര്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ, കേരളത്തിലെ സാഹിത്യ അക്കാദമിയുടെ ചെയർമാനാണ്. ആര്? സച്ചിദാനന്ദൻ. ആ സച്ചിദാനന്ദൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ നിങ്ങൾ? എന്താ പറഞ്ഞത്? വൃത്തികെട്ട ഭാഷ പ്രയോഗിക്കുകയും ആ വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്ന വൃത്തികെട്ടവർ ഉള്ളിടത്തോളം കാലം കമ്മ്യൂണിസവും വർഗബോധവും കേരളത്തിൽ നടക്കില്ല എന്നാ പറഞ്ഞത്. ആരാ പറഞ്ഞത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായ സച്ചിദാനന്ദനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അയാൾ ഒന്നുകൂടി പറഞ്ഞു, ഇതിന്റെ പേരിൽ ചെയർമാൻ സ്ഥാനം തെറിച്ചു പോകുമെങ്കിൽ ഞാൻ ഭയക്കുന്നില്ല, സത്യം തുറന്നു പറയേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് എന്ന്.